റെഡ് ആൻഡ് ബ്ലാക്ക് ഓട്ടോമാറ്റിക് ഇത് ഓട്ടോമാറ്റിക്. ഓക്കെ, ഏതാ മോഡല്? ഇത് 2023 മോഡൽ, സിംഗിൾ ഓണർ. ഓക്കെ, 1 ലിറ്റർ ടർബോ CVT. ഏറ്റവും ടോപ്പിന്റെ വാഹനം RX ആണ് വരുന്നത്. സെഡ് തന്നെയാണല്ലേ? ഇവിടെ എഴുതിയിട്ടുണ്ട്, ബാഡ്ജിങ് ഉണ്ട് RX സെഡിന്റെ. അത്യാവശ്യം ഹൈറ്റുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റിയ ഒരു തേർഡ് റോ തന്നെയാണ് വരുന്നത്. ഓക്കെ, നിലവിൽ വാറണ്ടി ഇപ്പോൾ 26 വരെയാണ്, 26 വരെയാണ്. ഓക്കെ, 6 വർഷം തികയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. 2019 ഒക്ടോബറിലായിരുന്നു നമ്മൾ തുടങ്ങിയിട്ടായിരുന്നത്. അപ്പോൾ അന്ന് നമ്മൾ കോഴിക്കോട് മലപ്പുറം ഒക്കെ പല ഷോറൂമിൽ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ട് നടന്ന സമയത്ത് അന്ന് തൊട്ട് നമുക്ക് കമൻസിൽ വരുന്നൊരു പേരാണ്. അടുത്തത് ഒരു ഇമ്പോർട്ടഡ് വെഹിക്കിളാണ് സ്കോഡ. നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് കുഷാക്കിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ടാവും. കുഷാക്ക് പോലെ തന്നെ പേരുള്ള സാമ്യമുള്ളൊരു പേരാണ് അല്ലേ? അതെ, കരോക്ക് അല്ലേ? കരോക്ക് അല്ല, കരോക്ക്. ഓക്കെ, സ്കോഡ കരോക്ക്. ഇതെങ്ങനെ ഡീറ്റെയിൽ ബ്രോ? ഇത് നമുക്ക് വരുന്നത് 2020 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പിൽ. ഇതിന്റെ ഫുൾ ചാർജിൽ എത്രയാണ് റേഞ്ച്? ഇതിൽ നമുക്ക് 60 കിലോവാട്ട് ബാറ്ററിയാണ് വരുന്നത്. അതിൻ്റെ നമുക്ക് എങ്ങനെ പോയാലും ഒരു 521 കിലോമീറ്റർ കമ്പനി പറയുന്നുണ്ട്. നമുക്കൊരു 420-430 കൺഫേം ആയിട്ടും കിട്ടും. ഓക്കെ, 430 കിലോമീറ്റർ ഒരു ഫുൾ ചാർജിൽ. അതായത് എനിക്ക് തോന്നുന്നു കാസർഗോഡ് തുടങ്ങിയാൽ ഏകദേശം ഒരു കൊല്ലം വരെ കിട്ടും അല്ലേ? നോർമലി ചവിട്ടി ഓടിച്ചാൽ മതി. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു സ്പെഷ്യൽ സ്ഥലത്താണ് വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത്. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 6 വർഷമാവാനായി. 2019 ഒക്ടോബറിലായിരുന്നു നമ്മൾ തുടങ്ങിയിട്ടായിരുന്നത്. അപ്പോൾ അന്ന് നമ്മൾ കോഴിക്കോട് മലപ്പുറം ഒക്കെ പല ഷോറൂമിൽ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ട് നടന്ന സമയത്ത് അന്ന് തൊട്ട് നമുക്ക് കമൻസിൽ വരുന്നൊരു പേരാണ് റോയൽ ഡ്രൈവ്. വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് റോയൽ ഡ്രൈവ്. അപ്പോൾ അന്ന് നമ്മൾ ചെയ്യാനൊക്കെ ഏകദേശം ചിക്കട്ടവക്കലൊക്കെ എത്തി. പക്ഷേ അന്ന് എന്തുകൊണ്ടോ നടന്നില്ല, അങ്ങനെ തള്ളിപ്പോയി. അപ്പോൾ ഇന്ന് നമ്മൾ അത് പൂർത്തിയാക്കുകയാണ്, ആ ഒരു ആഗ്രഹം പൂർത്തിയാക്കുകയാണ്. റോയൽ ഡ്രൈവ് സ്മാർട്ട് കൊച്ചിയിലാണ് നമ്മളുള്ളത്. കൊച്ചി ഷോറൂമിൽ റോയൽ ഡ്രൈവ് സ്മാർട്ട് എന്ന് പറയുന്നത് ഇവരുടെ ലക്ഷറി സെഗ്മെൻ്റ് അല്ല, ഒരു സെമി സെഗ്മെൻ്റാണ്, സെമി പ്രീമിയം സെഗ്മെൻറ്റ്. അതായത് നമ്മൾ നോർമൽ കാണുന്ന കോമ്പാക്ട് SUV ടൈപ്പ് വാഹനങ്ങൾ, ജീപ്പ് കോമ്പസ്, കൈഗർ, സെൽട്ടോസ്, സോണറ്റ്, ഇങ്ങനത്തെ വാഹനങ്ങൾ ലഭിക്കുന്ന സ്ഥലമാണ് റോയൽ ഡ്രൈവ് സ്മാർട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചറിയാൻ നമുക്ക് സ്വാഗതം ചെയ്യാം. ബ്രോ, എന്താ പേരെന്താ? അഭിജിത്ത്. ഹായ്. അപ്പോൾ സുഖമല്ലേ? പിന്നെ സുഖമായിട്ട്. ഓക്കെ, എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇപ്പോൾ ബിസിനസ് എങ്ങനെയുണ്ട്? ഇതൊക്കെ നന്നായിട്ട് പോകുന്നു, കുഴപ്പമില്ല. കൊച്ചി ഇവിടെ എല്ലാ ഭാഗത്തും ആൾക്കാർ വരുന്നുണ്ടോ? എല്ലായിടത്തും വരുന്നത്, തിരുവനന്തപുരം എല്ലായിടത്തും. അപ്പോൾ ഇവർക്ക് എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. കോഴിക്കോടുണ്ട്, കൊച്ചിയിലുണ്ട്, മലപ്പുറം ഉണ്ട്, തിരുവനന്തപുരം ഉണ്ട് അല്ലേ? ഓക്കെ, ലക്ഷറി ബ്രാൻഡ് വരുന്നത് കോഴിക്കോടും കൊച്ചി, തിരുവനന്തപുരം അല്ലേ? അതെ. മലപ്പുറം റോഡ് ഡ്രൈവ് സ്മാർട്ടാണ്, ഇവിടെയും സ്മാർട്ട് ഉണ്ട്, അതേപോലെ തന്നെ തിരുവനന്തപുരം ഉണ്ടോ സ്മാർട്ട്? 3 സ്ഥലത്തും മൊത്തത്തിൽ 10 കൊല്ലത്തിന് മേലെ. ഓക്കെ, ഈ ഷോറൂം ഇപ്പോൾ എത്ര കാലമായി? ഇതിപ്പോൾ ഒരു 1.5 years ആയി. ഓക്കെ, 1.5 വർഷം ഈ ഷോറൂം. ഇപ്പോൾ ഇവിടെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരിക? ഇത് കൊച്ചി നെട്ടൂർ INTUC ജംഗ്ഷൻ. INTUC ജംഗ്ഷൻ മാപ്പിട്ട് വന്നു. ഇവിടുന്ന് ചുറ്റിയാൽ പിന്നെ കുറച്ച് ദൂരം പോയിട്ട് കുറച്ച് കറങ്ങിയിട്ട് വരേണ്ടി വരും. അതുകൊണ്ട് മാപ്പിട്ട് കറക്റ്റ് വന്നാൽ മാപ്പിൽ കറക്റ്റ് ലഭിക്കും, അടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ റോയൽ ഡ്രൈവ് എന്ന് കേൾക്കുമ്പോൾ വില റോയൽ ആയിരിക്കും എന്ന് പലർക്കും പേടിയുണ്ടാവും. ഒരിക്കലും റോയൽ അല്ലല്ലോ, ഒരിക്കലും. കുറച്ച് കൊടുക്കാൻ നല്ല അഫോർഡബിൾ പ്രൈസിൽ. അപ്പോൾ നമ്മൾ ഫൈനൽ പ്രൈസിങ് അല്ല പറയുന്നത്, കാരണം ഇവരുടെ എല്ലാ ഷോറൂമിലേക്കും നിങ്ങൾക്ക് എവിടെ നിന്ന് വണ്ടി എടുക്കണമെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കോഴിക്കോട് ഷോറൂമിൽ അന്വേഷിക്കുകയാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരം അന്വേഷിക്കുകയാണ്, എവിടെയും നിങ്ങൾക്ക് വണ്ടി എത്തിച്ചു കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ്? ഹോം ഡെലിവറി അവൈലബിൾ ആണ്. ഇവിടെയുള്ള വണ്ടിയല്ല വേറെ ഷോറൂമിൽസ് ആയാലും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടായാലും ഡ്രൈവും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ മൊത്തം നെറ്റ്വർക്ക് പോകുന്നത്. അതുകൊണ്ട് വില നമുക്ക് ഫൈനൽ ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഫൈനൽ റേറ്റ് പറയാത്തത്. എല്ലാം നെഗോഷ്യബിൾ റേറ്റ് ആണ്. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് തന്നെയാണ് എല്ലാം. അപ്പോൾ കണ്ടു നോക്കാം നമുക്ക് എന്തായാലും പ്രൈസിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, എന്നുള്ള വണ്ടിയുടെ വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത്? വാറണ്ടി നമ്മളായിട്ട് തന്നെ ഓൾറെഡി നമുക്ക് മാനുഫാക്ചറിംഗ് വാറണ്ടി ഉള്ളത് അങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട്. കൂടിയ മോഡൽ ഉണ്ട് അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ എക്സ്ട്രാ വാറണ്ടി വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്ത്. ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കോളൂ. അന്ന് റോയൽ ഡ്രൈവ് വീഡിയോ ചെയ്യാൻ കമൻറ്റ് അടിച്ച ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അല്ലേ? ഓക്കെ, നമുക്ക് ആദ്യം ഈ ചെറിയ സെഗ്മെൻറ്റിൽ തന്നെ തുടങ്ങാം. ഇത് ചെറുതെന്ന് പറഞ്ഞാൽ വരായിരിക്കുന്ന മൊത്തം വലുതൊന്നുമല്ല, എല്ലാം ഇതേ കാറ്റഗറി തന്നെയല്ലേ. റിനോ കൈഗറാണ്, KL 70 രജിസ്ട്രേഷൻ വാഹനം, റെഡ് ആൻഡ് ബ്ലാക്ക് ഓട്ടോമാറ്റിക്. ഇത് ഓട്ടോമാറ്റിക്. ഓക്കെ, ഏതാ മോഡല്? ഇത് 2023 മോഡൽ, സിംഗിൾ ഓണർ. ഓക്കെ, 1 ലിറ്റർ ടർബോ CVT. ഏറ്റവും ടോപ്പിന്റെ വാഹനം RX ആണ് വരുന്നത്. സെഡ് തന്നെയാണല്ലേ? ഇവിടെ എഴുതിയിട്ടുണ്ട്, ബാഡ്ജിങ് ഉണ്ട് RX സെഡിന്റെ. ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്, ഓട്ടോമാറ്റിക് CVT, 2023 മോഡൽ,
ഇപ്പോൾ കമ്പനി വാറണ്ടി തന്നെ നിൽക്കായിരിക്കുമല്ലോ. വാറണ്ടി തന്നെ നിൽക്കുന്ന വണ്ടി. ഓക്കെ, 26 വരെ കമ്പനി വാറണ്ടി തന്നെ നിൽക്കുകയാണ്. അതല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് വാറണ്ടി എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാമല്ലോ, നമുക്ക് വേണം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, പേയബിൾ ആയിരിക്കും, എക്സ്റ്റെൻഡ് ചെയ്യാം. വേറെ ക്ലെയിമും കാര്യമൊന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല, വണ്ടി ക്ലീൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടി? 21,000 കിലോമീറ്റർ ഓടിയ 2023, 2 വർഷം കൊണ്ട് നോർമൽ ഓട്ടം പോയ വാഹനമാണ്. കൈഗർ CVT ഓട്ടോമാറ്റിക് ടോപ്പ് ആൻഡ് ഡ്യുവൽ ടോൺ ആണ്. പ്രൈസ് നോക്കുമ്പോൾ എല്ലാം കൂടെ നോക്കണം, ഡ്യുവൽ ടോണിൻ്റെ അടക്കം നോക്കണം കേട്ടോ. ഇപ്പോൾ കൈഗറിൻ്റെ മൊത്തത്തിൽ ഓപ്ഷനും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തേന് ഫുൾ ഓപ്ഷൻ എത്രയാണ് വില ഓട്ടോമാറ്റിക്കിന്? ഇപ്പോൾ ഫുൾ ഓപ്ഷൻ ഒരു 12,300 വരുന്നുണ്ട്. 12,75,000 ഫുൾ ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പ്രൈസ് എത്രയാണ് ചോദിക്കുന്നത്? നമുക്ക് 7,95 വരുന്നത്. 7,95,000 ചോദ്യമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവരെ മൊത്തം നെറ്റ്വർക്ക് ആയതുകൊണ്ട് പ്രൈസ് മാറ്റാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നെഗോഷ്യബിൾ ആക്കി തരും അല്ലേ? ഓക്കെ, 7,95,000. ലോൺ സൗകര്യം ഒരു 7 lakh വരെ കിട്ടൂല? ലോണും കിട്ടും, കാര്യമില്ല ഇവിടെ ചെയ്യുന്നത്. 7 ലക്ഷം വരെയൊക്കെ ചാൻസ് കിട്ടും. കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് മാക്സിമം തന്നെ ചെയ്തു കൊടുക്കും. ഇതിൻ്റെ മൈലേജ് ഒരു 11 to 14 റേഞ്ച് ഏകദേശം കിട്ടും. ഞാൻ ഇതിൻ്റെ അല്ല, മാഗ്നൈറ്റിൻ്റെ ഓട്ടോമാറ്റിക് ഓടിച്ചിട്ട് എനിക്ക് കിട്ടിയത് ആവറേജ് 13 ഓക്കെ, അപ്പോൾ മാഗ്നൈറ്റ് നോക്കുന്നവരുണ്ടെങ്കിലും ഇതെടുക്കാം, കൈകൾ എടുക്കാൻ പറ്റും അല്ലേ? അടുത്ത വണ്ടിയിലേക്ക് വരാം. ഇപ്പോൾ യൂസ്ഡ് കാർ കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ കോഴിക്കോട് ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. കിയയുടെ വണ്ടികളാണ്. കിയ സെൽട്ടോസ് ആണ് അടുത്തത്. GT ലൈൻ ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. KL 43 രജിസ്ട്രേഷൻ അല്ലേ? അതെ. എന്തെങ്കിലും ഡീറ്റെയിൽ? ഇത് വരുന്നത് 2023 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര? 18,000 കിലോമീറ്റർ. 18,000. ഓക്കെ, അതെ. സിംഗിൾ ഓണറാണ്, ലോ കിലോമീറ്റർ ആണ്. 2023 മോഡൽ. ഓക്കെ, വാറണ്ടിയിൽ നിൽക്കുകയാണ്. കമ്പനി വാറണ്ടിയിൽ തന്നെ 26 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ? എക്സ്റ്റെൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല, ഇനി ചെയ്യണം അല്ലേ? ഓക്കെ, എന്തായാലും 26 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പ്, 18,000 കിലോമീറ്റർ ഓടിയ 2023 GT ലൈൻ ഏറ്റവും ടോപ്പ്. അപ്പോൾ സീറ്റ് വെന്റിലേഷൻ, വയർലെസ് ചാർജർ, ഒരുപാട് ഫീച്ചറിസ്റ്റിക് ആയ ഒരു വാഹനമാണ് കോമ്പാക്ട് SUV. ഈ ഒരു ഓപ്ഷൻ തന്നെ ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. അതെ, ടോപ്പൻ്റാണ്, ഏറ്റവും ടോപ്പൻ്റാണ്. എത്ര ഇതിനിപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ നമ്മൾ 17,95 ചോദിക്കുന്നത്. പുതിയ എത്ര വില വരുന്നുണ്ട്? 23,000 വരുന്നുണ്ട്. ഇതിന്റെ ഓപ്ഷനൊക്കെ മാറിയെന്ന് തോന്നുന്നു അല്ലേ? ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ, പുതിയ എത്രയാണ് പറഞ്ഞത്? 23,000. ഇതിനിപ്പോൾ 17,95 GT ലൈനാണ്. 2023 അണ്ടർ കമ്പനി വാറണ്ടിയിൽ എടുക്കുന്ന സെൽട്ടോസ്. 18,000 മാത്രം, അതായത് നോർമൽ ഓട്ടോ. 2 വർഷം കൊണ്ട് നോർമൽ ഓട്ടോ കൂടിയുള്ളൂ. താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. ലോൺ ഒരു 17.5 ലക്ഷമൊക്കെ വരും. കിട്ടും നമുക്ക് ചാൻസ്. പ്രൊഫൈൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് 90% വരും. പ്രൊഫൈൽ എല്ലാവരും ഓക്കെ ആവണം. പ്രൊഫൈൽ എന്ന് വെച്ചാൽ സിവിൽ ഇഷ്യൂസ് അങ്ങനത്തെ ഒന്നും ഉണ്ടാകാൻ പാടില്ല, എങ്കിൽ മാക്സിമം കയറും അല്ലേ? അതെ. ഓക്കെ, അടുത്ത നമുക്ക് കുറച്ച് പ്രീമിയം സെഗ്മെന്റിലേക്ക് വരാം. ജീപ്പ് കോമ്പസ് ആണ്. കോമ്പസ് ഏതാ ഇത് മോഡൽ? ലിമിറ്റഡ് ആണ് ഓപ്ഷൻ. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ ലിമിറ്റഡ് പ്ലസ് ആണ് ടോപ്പ് വരിക. ഫീച്ചേഴ്സ് വൈസ് വലിയ വ്യത്യാസം ഉണ്ടാവില്ല. വലിയ വ്യത്യാസമില്ല. നമുക്ക് ഇലക്ട്രിക് സീറ്റ്സ്, എയർ ബാഗ്സ്, അലോയ്സിന്റെ ഡിഫറൻസ്. മറ്റേ എയർ ബാഗ്സ് 6 വരും, ഇതിൽ 2 ഉണ്ടാവും. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആയിരിക്കില്ല സീറ്റ്, മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബാക്കി മോഡൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മോഡൽ നമുക്ക് 2017 മോഡലാണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ, ലോ കിലോമീറ്റർ ആണ്. 19,000 മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 19,000 കിലോമീറ്റർ. ഈ 8 വർഷം കൊണ്ടാണ് 19,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നത്. പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി എല്ലാം പ്രോപ്പറാണ്, ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ഇയർലി മെയിൻറ്റൈൻഡ് ആണ് അല്ലേ? കറക്റ്റ്. ഓക്കെ, പീരിയോഡിക് എല്ലാം പോയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കണം. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 12,45 ചോദിക്കുന്നത്. 12,45,000. ഏതാ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, 2017 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക്, ലോ കിലോമീറ്റർ വണ്ടി. പെട്രോൾ ഓടിക്കാന്ന് വെച്ചാൽ ഓടിക്കുന്ന ഫീൽ ഡീസലായിട്ട് വ്യത്യാസം ഉണ്ടാവും. ഡ്രൈവിംഗ് കംഫർട്ട്, സുഖമൊക്കെ ഡീസലായിട്ട് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, എന്തായാലും ഒരു ക്ലെയിമും ഇല്ലാത്തൊരു ലോ കിലോമീറ്റർ ജീപ്പ് കോമ്പസ്, സെക്കൻഡ് ഓണർഷിപ്പ്, 19,000 കിലോമീറ്റർ ഓടിയ 2017 വണ്ടി. 12,45 അല്ലേ? ഇതിപ്പോൾ പുതിയത് ഡീസൽ മാത്രമേ ഇറങ്ങുന്നുള്ളൂ, പെട്രോൾ ഇറങ്ങുന്നില്ല. അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 25 ലക്ഷത്തിന് മുകളിൽ വില വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഈ ഒരു ലിമിറ്റഡിൽ ഡീസൽ ഓട്ടോമാറ്റിക് നോക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു 30 ലക്ഷത്തിൻ്റെ മേലെ ഇപ്പോഴത്തേനുണ്ട്. ഓക്കെ, അപ്പോൾ അന്നത്തെ വില വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം പാതി കുറഞ്ഞിട്ടുണ്ട് അല്ലേ? ഏകദേശം. ഓക്കെ, അപ്പോൾ റേറ്റ് ഫൈനലല്ല, ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് തരും തീർച്ചയായും. അടുത്തത് ഒരു ഇമ്പോർട്ടഡ് വെഹിക്കിളാണ്. സ്കോഡ. നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് കുഷാക്കിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ടാവും. കുഷാക്ക് പോലെ തന്നെ പേരുള്ള സാമ്യമുള്ളൊരു പേരാണ് അല്ലേ? അതെ, കരോക്ക് അല്ലേ? കരോക്ക് അല്ല, കരോക്ക്. ഓക്കെ, സ്കോഡ കരോക്ക്. ഇതെങ്ങനെ ഡീറ്റെയിൽ ബ്രോ? ഇത് നമുക്ക് വരുന്നത് 2020 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 43,000 മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, 43,000, 5 വർഷം കൊണ്ട് 20 മോഡൽ
ഇത് ഒറ്റ ഓപ്ഷൻ ഇറങ്ങുന്നുള്ള വണ്ടി. സ്റ്റൈൽ എന്ന് പറയുന്ന 1.5 ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. 1.5 DSG ഗിയർ ബോക്സ്. ഓക്കെ, DSG ഗിയർ ബോക്സ് ആണ് വരിക. ആ പെർഫോമൻസ് അറിയാലോ, പോളോ GT ഒക്കെ ഓടിക്കുന്ന പെർഫോമൻസ്. അതിൽ ഇത്രയും സേഫ്റ്റി ഉള്ള അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു വണ്ടി. ഞാൻ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും അല്ലേ. ഒരു ലക്ഷറി ഫീച്ചേഴ്സോട് കൂടി നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു വണ്ടി അല്ലേ. ആ പെർഫോമൻസ് ഉണ്ടാവും. ഓക്കെ, ഒരു ക്ലെയിം ഇല്ലല്ലോ? ക്ലെയിംസോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി ഫുൾ സർവീസ് റെക്കോർഡ്, സർവീസ് ഹിസ്റ്ററി ഉണ്ടാവും. ഓക്കെ, എത്ര ഇതിപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്ന 17,95. 17,95,000 കരോക്ക്, സ്കോഡ കരോക്ക്. അതായത് നമ്മുടെ ഫോക്സ് വാഗൺ ടീറോക്ക് നോക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ സെയിം സാധനം തന്നെയാണ് സ്കോഡയിലേക്ക് വരുമ്പോൾ കരോക്ക്. അപ്പോൾ ലോണ് മാക്സിമം കിട്ടും, ഒരു 16,500 കിട്ടും തീർച്ചയായും. ഓക്കെ, അപ്പോൾ താല്പര്യം എന്തായാലും കോൺടാക്ട് ചെയ്യാം. ഈ ഒരു 10 ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ ലോൺ നോക്കുന്നുണ്ട്, എന്തായാലും ITR എന്തായാലും വേണ്ടി വരും അല്ലേ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു 7 സീറ്റർ കാണാം, കിയ കാരൻസ്. ഇപ്പോൾ ക്ലാവിസ് എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് അല്ലേ. ഓക്കെ, കാരൻസ് ഏതാ? പെട്രോൾ ആയത്? ഇത് പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് കിടക്കുന്ന 2023 മോഡൽ ലക്ഷറി പ്ലസ്, ഏറ്റവും ടോപ്പ് ഉണ്ട് അല്ലേ. ഓക്കെ, ഓട്ടോമാറ്റിക് വാഹനമാണ്, ലക്ഷറി പ്ലസ്, വെന്റിലേഷൻ സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം. അത്യാവശ്യം ഹൈറ്റുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റിയൊരു തേർഡ് റോ തന്നെയാണ് വരുന്നത്. ഓക്കെ, നിലവിൽ വാറണ്ടി ഇപ്പോൾ 26 വരെയാണ്. 26 വരെയാണ്. ഓക്കെ, ഞാൻ വെച്ച് 4 വർഷം കൊടുക്കേണ്ടത്, അത് ചോദിച്ചാൽ. ഓക്കെ, എന്തായാലും 26 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക് വാഹനമാണ്. പ്രൈസ് അന്നത്തെ ക്ലാവസിന്റെ ആണ്. ക്ലാവസിന്റെ ടോപ്പ് എൻഡ് ഒരു ഫുൾ ഓപ്ഷൻ 23 രൂപ വരുന്നുണ്ട്. 23 രൂപ ഏകദേശമാണ് അല്ലേ. ഓക്കെ, ആ സമയത്ത് 23.80 ഒക്കെ വരുന്നുണ്ട്. 23.80 വലിയ മാറ്റം വന്നില്ല, ഒരു 80,000 മാറ്റം കൊണ്ടാണ് ഇപ്പോൾ പ്രൈസ്. ഓക്കെ, അപ്പോൾ ഇതിന് ഇപ്പം എത്ര ചോദിക്കണ്ടേ? ഇപ്പോൾ നമുക്ക് 16,65 കൊടുക്കാം. 16,65. 16,65. അപ്പോൾ ഏകദേശം ഒരു 7 ലക്ഷത്തിനടുത്ത് മാറ്റം വന്നു അല്ലേ. ഓക്കെ, അപ്പോൾ താല്പര്യം വിളിക്കാം. ഇതിൻ്റെ കിലോമീറ്റർ എത്രയായിരുന്നു? കിലോമീറ്റർ 12,000 ഓടിയിട്ടുള്ള വണ്ടി, 12,000 മാത്രം. ഓക്കെ, ലോ കിലോമീറ്റർ വണ്ടിയാണ്. അപ്പോൾ 7 ലക്ഷത്തിൻ്റെ അടുത്ത് മാറ്റവും വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വിളിച്ചോളൂ, വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല അല്ലേ. ഓക്കെ, അടുത്തതാ ടാറ്റയുടെ ഏറ്റവും പുതിയ സഫാരി അല്ലേ. ഏറ്റവും ലേറ്റസ്റ്റ് ഷേപ്പാണ് ടാറ്റ സഫാരി 7 സീറ്റർ വാഹനം. ഹാരിയറും ഏകദേശം ഇതേ ലുക്ക് തന്നെയാണ് ഹാരിയർ അല്ലേ, ഫ്രണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഡീറ്റെയിൽ ബ്രോ? ഇത് നമുക്ക് വരുന്നത് 2023 ഡിസംബർ വണ്ടിയാണ് വരുന്നത്. ലാസ്റ്റ് അത് അതുപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പിൽ 2,600 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. 2,600 മാത്രം? അതെ, ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റിയ വണ്ടി. ഇപ്പോൾ 2 വർഷം ആയിട്ടില്ല, ഡിസംബർ വന്നാൽ 2 വർഷമാവും. വാറണ്ടിയിലും ആയിരിക്കും. 2026 ഡിസംബർ വരെ അണ്ടർ വാറണ്ടിയിൽ നിൽക്കുമായിരിക്കും. ഓക്കെ, ഒരു സ്ക്രാച്ച് പോലും ഇല്ല, പുതിയ ഷോറൂം കണ്ടീഷനിലുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, അതുകൊണ്ടാണ് ചോദിച്ചാൽ എടുത്ത് പറഞ്ഞത്. ഓക്കെ, ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് അക്കംപ്ലിഷ് പ്ലസ് ഡാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മിഡ് ടോപ്പിന്റെ 2 വേരിയന്റ് താഴെയുള്ള വരുന്നത്. ഡാർക്ക് എഡിഷൻ ആണ്. ഓക്കെ, എന്നാലും ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരുന്നുണ്ട്. അതിനകത്ത് ഇലക്ട്രിക് സീറ്റ്സ് വരുന്നുണ്ട്, സെക്കൻഡ് റോ സീറ്റ്സ് ആയാലും നമുക്ക് വരുന്നത് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്, പാനറോമിക് സൺറൂഫ്സ് വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട നല്ല ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. എയർ ബാഗ്സ് ഉണ്ട്, 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. JBLന്റെ സ്പീക്കേഴ്സ് ആണ് വരുന്നത്, അങ്ങനെ ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം മിഡിൽ റോയും നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ് കിട്ടുന്നുണ്ട്. ചൂടെടുത്ത് പോകുമ്പോഴൊക്കെ സുഖമാണ്. മറ്റേ ഫ്രണ്ടിൽ തോറ് മാത്രമേ സുഖിക്കൂ. ഓക്കെ, 7 സീറ്റർ സഫാരി. സേഫ്റ്റിയുടെ കാര്യം വരെ പറയണ്ടല്ലോ, ടാറ്റയാണ്. ഇതിൻ്റെ പുതിയ വിലയും ഇപ്പം നിങ്ങൾ ഇതിന് ചോദിക്കുന്നത്? പുതിയ വില ഒരു 30,80 വരുന്നുണ്ട്. 30,80 ഓൺ റോഡ് അല്ലേ. ഇപ്പോൾ GST കഴിഞ്ഞിട്ടുള്ള വിലയാണ്. വെറും 2,600 ഓടിയിട്ടുള്ളൂ, അത് ഓർക്കണം. ഇതിന് എത്രയാണ് ചോദിക്കുന്നത്? ഇപ്പോൾ നമ്മളിപ്പോൾ ചോദിക്കുന്നത് 22,95. 22,95,000. അതായത് ഏകദേശം ഒരു 23 ലക്ഷം കൂട്ടി 7 ലക്ഷത്തിൻ്റെ മാറ്റം, 7 ലക്ഷത്തിൻ്റെ മുകളിൽ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം തന്നെ ഈ 2,600 കിലോമീറ്റർ ഓടിയതിന്. അപ്പോൾ പുതിയത് നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ആലോചിച്ച് നോക്കുക, എന്നിട്ട് വരിക അല്ലേ. ഓക്കെ, ഇതിന് ആവറേജ് ഒരു മൈലേജ് റേറ്റ് മാനുവൽ ഡീസൽ 2 ലിറ്റർ എഞ്ചിനാണ് വരിക. ഒരു 15 റേഞ്ചൊക്കെ ലോങ് കിട്ടും, ലോങ്ങിൽ അത്രയൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ലോണും മാക്സിമം കയറും, മാക്സിമം തന്നെ ചെയ്താലും ഒരു 22 ലാഖ് കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിൽ അടുത്തത് ഒരു ഫ്രഞ്ച് ബ്യൂട്ടി സിട്രോൺ അല്ലേ. സിട്രോണിൻ്റെ C5 ആണ്, എയർക്രോസ് C5 അല്ലേ. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. നമുക്ക് വരുന്നത് 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ 69,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 69,000? അതെ. ഓക്കെ, കിലോമീറ്റർ ആണ് ഓടിയത്. 2021 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. ഏറ്റവും ടോപ്പിൻ്റെ ഷൈൻ അല്ലേ? അതെ, ഷൈൻ ഏറ്റവും ടോപ്പിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. എടുത്തു പറയേണ്ട കാര്യം, എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ഓട്ടോമാറ്റിക് ഡീസൽ വാഹനമാണ്. പൊതുവെ ഇതിൻ്റെ മൈലേജ് എത്ര ഉണ്ടെന്ന് അറിയാം? മൈലേജ് നമുക്കൊരു 12-13 ഒക്കെ കിട്ടും, ആ റേഞ്ച് അല്ലേ. കിട്ടും. ഓക്കെ,
അപ്പോൾ സിട്രോൺ ആണ് ഏറ്റവും ടോപ്പ് എൻ്റെ കുറച്ച് കൂടിയ സെഗ്മെൻ്റ് ആണ്. ഇതിലൊരു പ്രീമിയം കാറ്റഗറിയാണ് ഇത് അല്ലേ? ഓക്കെ, C5 ആണ്. അപ്പോൾ ഇത് ഇറങ്ങുമ്പോൾ എത്രയുണ്ട്? ഇപ്പോഴത്തേന് എത്രയുണ്ട്? ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു 48 lakhs വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇറങ്ങുന്നതിന് ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. അതിനൊരു 43 റേറ്റ് വരുന്നത്. 43 ഇപ്പോൾ ഇറങ്ങുന്നത് റേറ്റ് വരുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ ഇതിനെത്ര ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 20-35. 20,35,000, ഏകദേശം 20 ലക്ഷം കുറഞ്ഞു അല്ലേ? അതെ, അങ്ങനെ തന്നെ പറയാം. 20 ലക്ഷത്തിന് മേലെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. പഴയനാണെങ്കിൽ 48-ന്റെ അടുത്ത് വരുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് 43 ആയത്. അപ്പോൾ ഇവർ അത്രയും കുറച്ചു. ഫുൾ ഓൺ കിട്ടൂലായിരിക്കും അല്ലേ? ഒരു മാക്സിമം പ്രൊഫൈലിന് 90 വരെ നമ്മൾ എന്തായാലും കൊടുക്കും. 90% എന്തായാലും കയറാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ പൊതുവെ മെയിൻ്റനൻസ് കോസ്റ്റ് എങ്ങനെ ഉണ്ടാവും ഈ ഒരു സെഗ്മെന്റ്? ഓവർ കോസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. നോർമൽ നമുക്കൊരു SUV ഉപയോഗിക്കും പറയാമല്ലോ, ആ ഒരു കോസ്റ്റ് എന്തായാലും വരുന്നുണ്ട്. തീരെ കുറവൊന്നുമല്ല, എന്നാലും മീഡിയം കോസ്റ്റ് എന്തായാലും ഒരു 10,000-12,000 നോർമൽ കോസ്റ്റ്. ഓക്കെ, ഒരു പ്രീമിയം സെഗ്മെന്റ് ആണ് ഇതിൽ. അന്ന് ഇറങ്ങുമ്പോൾ 48 ലക്ഷം എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒരു പ്രീമിയം കാറ്റഗറിയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് ഒരു സഡാൻ കാറ്റഗറി കാണിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. ഹോണ്ട സിറ്റിയാണ്. സെഡാൻ എന്ന് പറഞ്ഞിട്ട് ഹോണ്ട എന്ന് ഓർമ്മ വരുന്നൊരു സാധനം അല്ലേ? ഓക്കെ, അപ്പോൾ സിറ്റിയുടെ ലാസ്റ്റ് ഷേപ്പ് അല്ലേ? ഇതിനുശേഷം പിന്നെ ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടിയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് 22 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ 20,000 വണ്ടി ഓടിയിട്ടുള്ളൂ. 3 വർഷം കൊണ്ട് 25,000. ഓക്കെ, ബാക്കി ഏത് ഓപ്ഷൻ വരുന്നത്? നമുക്ക് V ആണ് വരുന്നത്. V അല്ല, VX വേരിയേഷൻ. ഓക്കെ, അപ്പോൾ സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന VX ആണ്. ഓക്കെ, ഓട്ടോമാറ്റിക്കാ മാനുവലോ? ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടി 2022 ഹോണ്ട സിറ്റിയാണ്. ഇത് അന്ന് എത്രയുണ്ട് ഏകദേശം? ഇറങ്ങുന്ന സമയത്ത് ഒരു 18 ലക്ഷം രൂപ വരുന്നുണ്ട്. 18 ലക്ഷത്തിൻ്റെ മേളിൽ ഓട്ടോമാറ്റിക്കിൽ വില വരുന്നുണ്ട് VX. ഇപ്പം നിങ്ങളുടെ ചോദ്യം എത്രയാണ്? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 12.95. 12,95,000 അല്ലേ? ഏകദേശം 5 ലക്ഷം. അതെ, ആ ഒരു മാറ്റം വന്നിട്ടുണ്ട്. 25,000 കിലോമീറ്ററാണ് നിലവിൽ ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ഓട്ടോമാറ്റിക് സിറ്റി ആയതുകൊണ്ട് CVT ഗിയർ ബോക്സ് ആണ്. മൈലേജ് ഒരു 12-15 റേഞ്ച്, 11-15 ആ റേഞ്ച് മൈലേജ് കണ്ടാൽ മതി. പക്ഷേ എന്താ, ധൈര്യമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയൊരു വണ്ടി അല്ലേ? വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാണ്ട് കൊണ്ടു നടക്കാൻ പറ്റിയൊരു സെഡാൻ കാറ്റഗറിയാണ്. ലോൺ നമുക്ക് എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ലോൺ നമ്മളെല്ലാം ചെയ്യുന്ന പോലെ തന്നെ ഒരു 90% ഇതിനും കയറും അല്ലേ? ഓക്കെ, വേറെ വർക്കൊന്നും ഇല്ലല്ലോ വണ്ടി? ഇല്ല, വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളില്ല. ഷോറൂം ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെ. അടുത്ത വണ്ടി, അടുത്തതാ ഒരു EV സെഗ്മെന്റ്. EV എന്ന് പറഞ്ഞാൽ BYD എന്ന് കേട്ടാൽ അറിയാലേ, ടെസ്ലയിൽ വരെ കൊടുക്കുന്ന ബാറ്ററിയാണ് BYDയുടേത്. അപ്പോൾ അത്രയോ റേഞ്ച് വരുന്ന ഒരു വാഹനം. ആറ്റോ 3 സുപ്പീരിയർ ടോപ്പ് എൻഡ് ആണ്. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് വരുന്നത് 23 മോഡലാണ്. 2023 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 51,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. 51,000. അപ്പോൾ ഇപ്പോൾ വാറണ്ടി തന്നെ ആയിരിക്കും അല്ലേ? ATS കമ്പനി ബാറ്ററി വാറണ്ടി വരുന്നുണ്ട്. ബാറ്ററി വാറണ്ടി ATS വരുന്നുണ്ട്. അല്ലെങ്കിൽ 1 ഇയർ 1 lakh കിലോമീറ്റർ അല്ലെങ്കിൽ 8 വർഷമാണ് ബാറ്ററി വാറണ്ടി ഇതിന് ലഭിക്കുന്നത്. 51,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഷോറൂം ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം പ്രോപ്പർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ നമ്മൾ 23.95 നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇത് അന്ന് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ടായിരുന്നു? 48 രൂപ വരുന്നുണ്ട്. 48 ലക്ഷം. 23.95 അല്ലേ? ഒരു കാര്യം പറയാനുള്ളത്, റീരജിസ്റ്റേഡ് ആണ്. ഫസ്റ്റ് രജിസ്ട്രേഷൻ വരുന്നത് ഡൽഹിയാണ്. നമുക്ക് എക്സ്ചേഞ്ച് വന്ന വെഹിക്കിളാണ്. ഇപ്പം പ്രോപ്പർ KL07 രജിസ്ട്രേഷൻ കിടക്കുന്നത്. ഡൽഹിയിൽ നിന്ന് മാറിയതാണ്. ഓക്കെ, ഇപ്പോൾ KL7 ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ അഡീഷണൽ ഒരു കോസ്റ്റും ചിലവാക്കേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട. ഓക്കെ, കേരള രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ 23 എത്രയാണ് പറഞ്ഞത്? 23.95. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. ഇതിൻ്റെ ഫുൾ ചാർജിൽ എത്രയാണ് റേഞ്ച്? ഇതിൽ നമുക്ക് 60 കിലോവാട്ടിന് ബാറ്ററിയാണ് വരുന്നത്. അതിൻ്റെ നമുക്ക് എങ്ങനെ പോയാലും ഒരു 521 കിലോമീറ്റർ കമ്പനി പറയുന്നുണ്ട്. നമുക്കൊരു 420-430 കൺഫേം ആയിട്ടും കിട്ടും. ഓക്കെ, 430 കിലോമീറ്റർ ഒരു ഫുൾ ചാർജിൽ. അതായത് എനിക്ക് തോന്നുന്നു കാസർഗോഡ് തുടങ്ങിയാൽ ഏകദേശം ഒരു കൊല്ലം വരെ കിട്ടും അല്ലേ? നോർമലി ചവിട്ടി ഓടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടോ വിളിച്ചോളൂ. ലോണും കയറില്ല മാക്സിമം ഫുൾ ഓൺ തന്നെ. നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓൺ തന്നെ കൊടുക്കാം. ഫുൾ ഓൺ തന്നെ കിട്ടും. റീ ആയതാണ് വണ്ടി. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടോ വിളിക്കാം. അടുത്ത വണ്ടി, അടുത്തത് MG ഹെക്ടർ, ഒരു ഫ്യൂച്ചറിസ്റ്റിക് SUV അല്ലേ? അതെ. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2022 മോഡലാണ്. ഷാർപ്പ് ആ ടൈമിൽ ഫുൾ ഓപ്ഷൻ വെഹിക്കിളാണ് വരുന്നത്. 22 ഷാർപ്പ് ടോപ്പ് എൻഡ് ആണ്. അതെ, ഓട്ടോമാറ്റിക് പെട്രോൾ സിംഗിൾ ഓണർഷിപ്പിൽ 72 ഓടിയിരിക്കുന്ന വണ്ടി. 72,000 ഓട്ടം പോയിട്ടുണ്ട്. പെട്രോൾ ഓട്ടോമാറ്റിക്കലി ഇത്തിരി ഓട്ടം പോയി, അത് ഭയങ്കര സംഭവം കേട്ടോ. അതെ. ഓക്കെ, മൈലേജ് 7-10 ആ റേഞ്ച് കണ്ടാൽ മതി. അതിൽ തന്നെ ഇത്തിരി ഓട്ടം പോയിട്ടുണ്ട്. ഓക്കെ, വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല വണ്ടി. ഒന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ മാറി, പിന്നെ ഫേസ് ലിഫ്റ്റ് വന്നു, മൊത്തത്തിൽ മാറ്റം വന്നിട്ടുണ്ട് വണ്ടിയിൽ. എന്നാലും വില ഏകദേശം പറഞ്ഞു കൊടുക്കാം അല്ല നമുക്ക്? ഏകദേശം ആ സമയത്ത് നമുക്ക് തോന്നുന്നത് ഒരു 24,000 റേറ്റ് വരുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ പ്രൈസ് വരുന്നത് 12.95. 12,95,000, ഏകദേശം പകുതിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞു. അതെ അല്ലേ? അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വിളിക്കാം.
ടോപ്പ് എൻഡാണ്, അന്നത്തെ ടോപ്പ് എൻഡാണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ് അല്ലേ? ഒരുപാട് ഫീച്ചേഴ്സ് വരും. ലോൺ ഒരു 11.5 ലക്ഷം കിട്ടും. കിട്ടും, ധൈര്യമായിട്ടും കിട്ടും. കിട്ടും. അടുത്ത വണ്ടിയിലേക്ക് നമ്മളെന്താ അവസാനത്തെ വാഹനം, ഇതും ഒരു EV സെഗ്മെന്റ് ആണ്. ഹ്യുണ്ടായ് കോന, ഒരു പ്രീമിയം കാറ്റഗറിയാണ് അല്ലേ? അതെ. നമ്മൾ ട്രാഫിക്കിലൊക്കെ ഇങ്ങനെ മെനക്കെട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2022 മോഡൽ, സിംഗിൾ ഓണർഷിപ്പിൽ 48 ആണ് ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ നമുക്ക് ഒരു 15.45 നമ്മൾ പ്രൈസ് വരുന്നത്. 15.45 ഫുൾ ഓപ്ഷൻ. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ, ഇതിന്റെ റേഞ്ച് എങ്ങനെയാണ് വരുന്നത്? ഇതൊരു 420 ആണ് കമ്പനി പറയുന്നത്. നമുക്കൊരു 370, 380 കിട്ടും. 380 ഒക്കെ കിട്ടും. ഓക്കെ, ഇതില് വാറണ്ടി 8 വർഷം തന്നെയല്ലേ? ബാറ്ററി വാറണ്ടി വരാം. അതെ. ഓക്കെ, അപ്പോൾ ഫുൾ സർവീസ് ഉണ്ട് അല്ലേ? എല്ലാ സർവീസ് ഹിസ്റ്ററി എല്ലാം പ്രോപ്പർ ആണ്. ടോപ്പ് എൻഡ് വാഹനമാണ്. ഇത്രയും റേഞ്ച് കിട്ടുന്നുണ്ട്. 350 ഫുൾ ചാർജിൽ റേഞ്ചും കിട്ടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇതിൽ നിങ്ങൾ അഡീഷണൽ വാറണ്ടി എടുത്തെടുക്കാൻ പറ്റുമല്ലോ, വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ വൈറ്റപ്പ് ചെയ്യാണ്. അപ്പോൾ റോയൽ ഡ്രൈവ് സ്മാർട്ടിലേക്ക് കൊച്ചിയിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മുടെ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ബ്രോ.